CPM ഭരിക്കുന്ന വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിൽ കോടികളുടെ അഴിമതി. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നത്. 2 വർഷത്തിനിടയിൽ 2.5 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. സംഭവത്തിൽ BJP പ്രതിഷേധവുമായി രംഗത്ത് എത്തി. വിവരങ്ങളുമായി അർജുനാണ് ചേർന്നത്. അർജുൻ, ഗുരുതരമായ അഴിമതിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2.5 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? അതായത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട 2.5 കോടി രൂപയുടെ അഴിമതിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇല്ലാത്ത പദ്ധതികൾ ഉണ്ടാക്കി ചില പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഉള്ള പദ്ധതികൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള അഴിമതി നടത്തി. ഇതിൽ ജീവനക്കാരാണ് തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു പഞ്ചായത്തിന്റെ വാദമുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ആട്ടിൻകൂട്, കോഴിക്കോട്, അതുപോലെ തന്നെ കിണർ നിർമ്മാണം തുടങ്ങിയവയാണ് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്തിലെ എംബുക്കിൽ ശരിയായ കണക്കാണ് ഇവർ രേഖപ്പെടുത്തുക. പിന്നീട് സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് 69,000 ഇരിക്കുന്ന പദ്ധതി 69,000 ഉള്ള പദ്ധതിയിൽ 1,20,000 ആയിരിക്കും സോഫ്റ്റ്വെയറിൽ എത്തുന്ന സമയത്തുണ്ടാവുക. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള 142 ആട്ടിൻകൂടുകൾ അടക്കം മാത്രം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷം മാത്രം 142 ആട്ടിൻകൂടുകൾ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ആട്ടിൻകൂടുകൾ നൽകാനാണ് 69,000 രൂപ എസ്റ്റിമേറ്റ് ഉണ്ടെന്നിരിക്കെ ഇത് സോഫ്റ്റ്വെയറിൽ എത്തുമ്പോൾ 1,20,000 ആയി മാറുന്നത്. ഇത് കൃത്യമായി കരാറുകാരന് കിട്ടുന്ന ഈ പണം കിട്ടുന്ന രീതിയിലും ഈ പദ്ധതികളെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനും ഒരു ഉദാഹരണം നമുക്ക് പറയാം. അതായത് തോടുകളിൽ കയർപ്പു വസ്ത്രം വീഴ്ചതിന് നജീബ് എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്ക് 15 ലക്ഷം രൂപയാണ് ഈ കരാറുകാരന് നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഈ തോട്ടിൽ ഈ കയർപ്പു വസ്ത്രം വിരിക്കുവാനുള്ള കരാറുകാരന് നൽകിയതിന് 15 ലക്ഷം രൂപയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായുമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. മനസ്സിലായി അർജുൻ. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവേലാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രശാന്ത്, അർജുൻ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. ഗുരുതരമായ ഒരു അഴിമതിയാണ് CPM ഭരിക്കുന്ന വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിൽ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 10 വർഷമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. അവിടെ ഈ സാധാരണക്കാർക്ക്, തീർത്തും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പദ്ധതി ഇല്ലാത്ത പദ്ധതി ഉണ്ടാക്കി കോടികളാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നത്. 2 വർഷത്തിനിടയിൽ മാത്രം ഇവർ തട്ടിച്ചത് 2.5 കോടി രൂപയാണ്. അതായത് 2 വർഷത്തെ കണക്ക് നമ്മൾ എടുത്താൽ അതിൽ 2.5 കോടി അഴിമതി. അപ്പോൾ ഈ 10 വർഷത്തെ കണക്കൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോകും. എങ്ങനെ പ്രതികരിക്കുന്നു പ്രശാന്ത്? തീർച്ചയായിട്ടും വലിയ കൊടിയ അഴിമതി തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് കള്ളക്കണക്കുണ്ടാക്കി അത് എഴുതി വാങ്ങിച്ച് സ്വന്തം പോക്കറ്റിലിട്ട് മറ്റു കാര്യങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമായി, ഒരു കൊള്ള സംഘമായി തൊണ്ടർനാട് പഞ്ചായത്തിലെ CPM ഭരിക്കുന്ന ഭരണസമിതി മാറിയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു, ഇത് നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കുറച്ച് മുൻപത്തെ കൂടി കണക്കുകൾ പരിശോധിച്ചാൽ ഇത് ഞെട്ടിപ്പിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു മാധ്യമങ്ങളിൽ ഒരു പ്രതികരണം കൊടുത്തതിന് ശേഷം പല തരത്തിലുള്ള വിളികൾ പല പഞ്ചായത്തുകളിൽ നിന്നടക്കം പല തരത്തിലുള്ള വിളികൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വ്യാപകമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇത് വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തൊണ്ടർനാട് പഞ്ചായത്തിലെ മാത്രം കാര്യം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഇല്ലാത്ത പദ്ധതികൾ, മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇല്ലാത്ത പദ്ധതികളാണ്. എല്ലാം എഴുതിയെടുത്തിരിക്കുന്നത് മുഴുവൻ ഇല്ലാത്ത പദ്ധതികൾ. അത് കണ്ടുപിടിച്ചത് നമ്മളുടെ 2 മെമ്പർമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 മെമ്പർമാർ ആ പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വസ്തുത വളരെ കൃത്യമായി പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ഒരു കാരണവശാലും പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോ പിന്നെ ഈ ആട്ടിൻകൂടായാലും അതുപോലെ തന്നെ കിണറായാലും കയറ് വിരിച്ചു എന്ന് ഇപ്പൊ അവസാനം പറഞ്ഞതുപോലെ കയറ് വിരിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ തോട് പോലും ഇല്ലാത്ത നാട്ടിൽ തോടുണ്ട് എന്ന് വരുത്തി തീർത്ത് ആ തോട്ടിൽ കയറ് വിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർ എന്തൊരു
എന്തൊരു കൊള്ള സംഘമാണ്, എന്തൊരു ഗൂഢസംഘമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ പോകുന്നു, നിർത്തലാക്കാൻ പോകുന്നു എന്ന് ആണയിട്ട് ആവർത്തിച്ച് ഈ പാവങ്ങളുടെ മുന്നിൽ പറയുകയും ഇതേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്തരത്തിൽ വലിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും 2 വർഷം കൊണ്ട് 2.5 കോടി രൂപ പോക്കറ്റിലാക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണസമിതിയും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും നടത്തിയാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി, പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ബാക്കി കാര്യങ്ങളും നടക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വ്യാപകമായിട്ടുള്ള ഒരു ക്രമക്കേടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലതരത്തിലുള്ള പല പഞ്ചായത്തുകളിൽ, ഇപ്പോൾ പഞ്ചായത്തുകളുടെ പേര് ഞാൻ തൊട്ടടുത്ത ദിവസം വെളിപ്പെടുത്താം, കാരണം അതിന്റെ വസ്തുതകൾ ഞാനൊന്ന് എടുത്ത് പരിശോധിക്കട്ടെ. അതിനുശേഷം ഞാൻ കൃത്യമായി വെളിപ്പെടുത്താം. പല പഞ്ചായത്തുകളിൽ നിന്നും വെളി വന്നിട്ടുണ്ട്, പല പഞ്ചായത്തിലും ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. ശരി പ്രശാന്ത്, ഇത് തൊണ്ടർനാട് പഞ്ചായത്തിന്റെ ദുരവസ്ഥയാണ്. CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ 10 വർഷമായി തൊണ്ടർനാട് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. അവിടെയാണ് ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതായത് 15 ലക്ഷം രൂപയാണ് ഒരു ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ ഇവർ തട്ടിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം 60,000 രൂപ വരേണ്ട പദ്ധതിക്ക് 1 ലക്ഷത്തിലധികം രൂപയാണ് സോഫ്റ്റ്വെയറിലൊക്കെ രേഖപ്പെടുത്തി ക്രമക്കേട് കാണിച്ച് ഇവർ തട്ടിച്ചിരിക്കുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവേലാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. അർജുനിലേക്ക് പോവുകയാണ്. അർജുൻ, BJP ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത തന്നെയാണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിന്റെ കണക്കുകൾ തന്നെ ഏവരെയും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കൊക്കെ എടുത്താൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതിന് CPM വല്ലാതെ പ്രതിരോധത്തിലായിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായും രാഗി, അത്തരത്തിൽ തന്നെയാണ്. ഈ 2 വർഷത്തോളം ഇത്രയും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട കാര്യമാണ്. മറ്റ് പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പഠിക്കേണ്ടതുണ്ട്. CPM ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് 4 ഉദ്യോഗസ്ഥരെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തു. അതായത് തങ്ങൾക്കൊന്നും അറിയില്ല, ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള രീതിയിൽ 2 ഉദ്യോഗസ്ഥരെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ 2 ഉദ്യോഗസ്ഥർ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അക്കൗണ്ടന്റ് ആയിട്ടുള്ള CV നിതിൻ, അക്കൗണ്ടന്റ് എഞ്ചിനീയർ ജോജോ ജോണിയും ചേർന്ന് നടന്ന തട്ടിപ്പാണ്. ഇവർ രണ്ടും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജോജോ ഇവരെ ഒളിവിൽ പോയെങ്കിലും പിന്നീട് നിതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.